ഈ ചെറിയ കുട്ടികൾക്കൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പല്ല് തേപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആണ്. പല്ല് തേക്കുകയില്ല. ഇപ്പൊ ചിലപ്പോ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, പല്ലിന് കേടാണ് കേടാണെന്ന്, അല്ലെ പല്ലില് വല്ല പ്രാണി വന്നിരിക്കുന്നു പറഞ്ഞിട്ട് വേണം ഇവരെ പല്ല് തേപ്പിക്കാൻ. വെച്ചാൽ വിശ്വസിപ്പിച്ചിട്ട് പല്ല് തേപ്പിക്കേണ്ട അവസ്ഥയാണ്. ബ്രഷ് എടുക്കുകയില്ല. നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ കരച്ചില്, വാശി, ഇതൊക്കെയാണ്. ഈ ചെറിയ പിള്ളേർക്ക് പല്ല് തേക്കാൻ വല്ല മെത്തേഡുകളൊക്കെ ഉണ്ടോ ഡോക്ടറെ? ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ എന്താ വെച്ചാല് ഇതൊരു ശീലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ ഈ ഓറൽ ഹൈജീനില്. അപ്പൊ ഈ ശീലം ആക്കിയെടുക്കുന്നതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ പലപ്പോഴും ഈ ബ്രഷ് എടുക്കുമ്പോൾ കുട്ടികൾ ഓടുന്നതിന്റെ മെയിൻ കാരണം ഈ ഒന്നാമത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കറിയില്ല ഇവരുടെ വായ എത്ര ഡെലിക്കേറ്റ് ആണുള്ളത്. കുട്ടികളുടെ വായ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പൊ നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ അത് അവരുടെ വായയിൽ അവർക്ക് കംഫർട്ടബിൾ ആണോ, അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അത്ര അവെയർ അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഫോഴ്സ് എന്തോരം ഉണ്ട്, അവർക്ക് അത് എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ ഫോൺസ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് സർക്കുലർ ടെക്നിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ഇൻസ്റ്റെഡ് ഓഫ് അത് ചെയ്യരുത് ഇന്നമാതിരി അവരെ പേടിപ്പിക്കുന്നതിനേക്കാളും അവരെ ഗൈഡ് ചെയ്യുക, ഇങ്ങനെയാണ് റൗണ്ട് സർക്കുലർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. അതൊരു രീതി. കൊച്ചു കുട്ടികൾക്കും പ്രായമായിട്ടുള്ളവർക്കും കൈക്ക് ഡെക്സ്റ്റിറിറ്റി കുറവായിരിക്കും. അവർക്ക് ഒരു ബ്രഷ് എടുത്താൽ ഒരു ബ്രഷ് ഇങ്ങനെ പിടിക്കാനുള്ള ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ആ ഡെക്സ്റ്റിറിറ്റി ആയിട്ടുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ന്യൂറൽ കൺട്രോൾ ഡെവലപ്പ് ആയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഇലക്ട്രിക് ബ്രഷ് ഇൻവെന്റ് ചെയ്തത്. പ്രായമുള്ള ആളുകൾക്കും കൊച്ചു കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോ ഈ സാധനം വിൽക്കണം. അപ്പൊ എല്ലാവർക്കും ഇലക്ട്രിക് ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഡിസൈൻഡ് ആയേക്കണം. അതിന്റെ ഉള്ളിലുള്ള സർക്കുലറും വൈബ്രേറ്ററി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആക്ച്വലി ഫോൺസ് ടെക്നിക്കിന്റെയും ബാസ് ടെക്നിക്കിന്റെ ഒക്കെ കോമ്പിനേഷൻ ആണ്. സോ ബേസിക്കലി ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ ക്ലീനിങ് നടക്കും ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണെങ്കിൽ. പക്ഷെ കുട്ടികളിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് അപ്പോഴും ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ അതിലേക്ക് അങ്ങ് ആവാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്നത് ഈ സർക്കുലർ ടെക്നിക്കാണ്. ഇങ്ങനെ ഉള്ളത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് കൊടുക്കാതിരിക്കുക. ഒരുപാട് ബ്രഷുകൾ വിത്ത് സൂപ്പർ ഹീറോന്റെ മതി ഇതൊക്കെ കൊള്ളുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്.